الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ന്യായവിധി നാളിൻ്റെ ഉടമസ്ഥനായ ആകാശഭൂമികളുടെ തമ്പുരാനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സർവാത്മന ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ ഏറ്റവും കീഴൊതുങ്ങിയവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ തണലിൽ ജീവിക്കാൻ സൗഭാഗ്യമുണ്ടായ ആളുകളാണ് നമ്മളൊക്കെ. ജീവിതത്തിൻ്റെ അർത്ഥമറിയാതെ വഴിപിഴച്ച് ജീവിച്ചിട്ടുള്ള ധാരാളം ആളുകളെ ഈ തലമുറയിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മസ്ജിദിൽ വരാനും ഖുത്ബയുടെ മുമ്പ് തന്നെ നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥ
നമ്മുടെ പള്ളികൾക്കുണ്ട് എന്നത് ആശങ്കയും അതോടൊപ്പം പ്രതീക്ഷയുമാണ്. ഒന്ന്, പുറമോടികളിലാണ് ഇന്നത്തെ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അഗാധമായി സ്വാധീനിക്കുകയും അഗാധമായി പരിവർത്തനമുണ്ടാകണമെന്ന് കൊതിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. കുടം കമഴ്ത്തി വെള്ളമൊഴിക്കുന്ന പോലെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരേ ഖതീബിന്റെ പ്രസംഗത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ശ്രോതാക്കളിൽ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് മനസ്സിലാക്കുകയും ചില ആളുകൾക്കത് നന്നായി സ്വീകാര്യമാവും, ചില ആളുകൾക്കത് അസ്വീകാര്യമായിരിക്കും, ചില ആളുകൾ അതിനെ ബാഹ്യമായി സ്വീകരിക്കും, ചില ആളുകൾ അതിനെ പൂർണ്ണമായി തിരസ്കരിക്കും. മനുഷ്യജീവിതത്തിന്റെ വല്ലാത്തൊരവസ്ഥയാണത്. നബിയുടെ തിരുനാവിൽ നിന്നാണ് അബൂജഹൽ ഖുർആൻ ഓതിക്കേട്ടത്. നബിയുടെ തിരുനാവിൽ നിന്നാണ് അബൂലഹബ് ഖുർആൻ ഓതിക്കേട്ടത്. അതേ റസൂലിന്റെ തിരുനാവിൽ നിന്ന് തന്നെ ഓതിക്കേട്ടിട്ടുള്ളതാണ് ഫാത്തിമയും ഫാത്തിമയുടെ സഹോദരൻ ഉമറും റളിയല്ലാഹു അൻഹു അവരൊക്കെ ഓതിക്കേട്ടത്. ചില ആളുകൾക്ക് ഹിദായത്തുണ്ടായി, ചില ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയില്ല. ചില ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതിക്കേൽപ്പിച്ചു. അവരുടെ മുമ്പിൽ വെച്ച് വലീദ് ഇബ്നു മുഗീറയ്ക്ക് റസൂലുള്ളാഹി ഒരധ്യായം തന്നെ ഓതിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് അഗാധമായി സ്വാധീനിച്ചു. പിന്നീട് ആളുകൾ പറഞ്ഞു, വലീദ് ഇബ്നു മുഗീറ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായ, അന്നറിയപ്പെട്ട ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്നു, അന്ന് ഏറ്റവും വലിയ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പക്ഷെ ഖുർആനിൽ അഗാധമായി സ്വാധീനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊരു വചനം അത് അല്ലാഹുവിൻ്റെതല്ലാതെ മനുഷ്യനിർമ്മിതമായ ഒരു വചനമാവില്ല അത്. കാരണം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സാഹിത്യം കേട്ട ആളാണ് ഞാൻ, അറിഞ്ഞ ആളാണ് ഞാൻ. അതിനേക്കാളൊക്കെ ഒരു വശ്യതയുണ്ട് ഇതിന്റെ ശാഖകൾ വളരും, ഇത് പടർന്ന് പന്തലിക്കും, ഇത് പൂത്തുല്ലസിക്കും, എല്ലാ അർത്ഥത്തിലും അതിന്റെ പരിമളം വിധിച്ചുകൊണ്ട് അത് കടന്നുപോകും എന്ന് വലീദ് ഇബ്നു മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില് നബിയുമായുള്ള അഭിമുഖത്തിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. പിന്നീട് എന്തുണ്ടായി? ആളുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു, പ്രവാചകനെതിരെ പറയാൻ പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞു, അദ്ദേഹം അത് പ്രഖ്യാപിച്ചു, ഇത് മാരണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഈമാനുണ്ടായി, പിന്നെ അതിൽ നിന്ന് തെറിച്ചുപോയി. നമ്മുടെയൊക്കെ ഏറെക്കുറെയുള്ള അവസ്ഥകൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രഭാതത്തിൽ മുഅ്മിനായ ഒരാൾ പ്രദോഷത്തിൽ കാഫിറാവും, പ്രദോഷത്തിൽ കാഫിറായ ഒരാള് പ്രഭാതത്തിൽ മുഅ്മിനാവും. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ റമദാനിൽ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ചില ആളുകൾ, റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസമായാൽ അന്ന് ളുഹറില്ലാത്തവർ, പിന്നീട് അടുത്ത റമദാൻ വരെ കാത്തു നിൽക്കുന്നവർ, ഒരു ജുമ കഴിഞ്ഞ് അടുത്ത ജുമയ്ക്ക് മാത്രം പള്ളിയിൽ വരുന്നവർ, തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്തിട്ട് പോലും അള്ളാഹുവിന്റെ മസ്ജിദിൽ നിന്ന് ഹയ്യാലസ് സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന ബാങ്കുലി മുഴങ്ങിക്കേട്ടിട്ട് കർണപുടങ്ങളിൽ 5 മസ്ജിദുകളിൽ നിന്നുള്ള ബാങ്ക് കേട്ടിട്ട് പോലും ചലിക്കാതെ പോയ മനുഷ്യന്മാർ, ഇങ്ങനെയൊക്കെ മനുഷ്യർക്കിടയിൽ ആളുകളുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ തന്നെ ജമാഅത്തിന് പ്രാധാന്യം കാണാത്ത ആളുകൾ, നമസ്കാരത്തിന് ഗൗരവം കാണാത്ത ആളുകൾ, നമസ്കാരം എന്ന ഇബാദത്തിന്റെ മൗലികത ഉൾക്കൊള്ളാതെ പോയ ആളുകൾ, നമസ്കരിക്കുന്നവർ തന്നെ അതിന്റെ ഗൗരവം എത്ര കണ്ടു എന്നതും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോ തീർച്ചയായും ചില കാര്യങ്ങൾ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. റമദാനിൽ മാത്രം നിസ്കരിക്കുന്നവർ, റമദാനിൽ മാത്രം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ വളരെ കാതലായി നമ്മൾ മനസ്സിലാക്കണം. ശവ്വാലിന്റെയും ശഅബാനിന്റെയും ദുൽഖഅദിന്റെയും ദുൽഹിജ്ജയുടെയും മുഹറം മാസത്തിന്റെയും ഒക്കെ നാഥൻ അള്ളാഹുവാണ്. ആ മാസങ്ങളുടെ ഒക്കെ നാഥൻ അള്ളാഹുവാണ്. ആ മാസങ്ങളെയൊക്കെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. റമദാനിനെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. ലോകമുണ്ടായത് മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസം, ആ 12 മാസവും അള്ളാഹുവിൻ്റെതാണ്. ശഅബാൻ അള്ളാഹുവിൻ്റെത്, റമദാൻ അള്ളാഹുവിൻ്റെത്, ശവ്വാൽ അള്ളാഹുവിൻ്റെത്, ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറവും എല്ലാം അള്ളാഹുവിൻ്റെത്, എല്ലാം അള്ളാഹുവിൻ്റെത്. എല്ലാവരെയും അള്ളാഹു കാണുന്നു, എല്ലാവരെയും അള്ളാഹു അറിയുന്നു. സദാ അള്ളാഹു മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവൻ കൃത്യമായ ആളുകളെ കണ്ടുകൊണ്ടിരിക്കും. മാന്യന്മാരായവന്റെ എഴുത്തുകാർ രേഖപ്പെടുത്തുന്നു. എന്തേ ഈ ബോധം നമുക്ക് റമദാൻ കഴിഞ്ഞാൽ ഇല്ലാത്തത്? റമദാനിൽ അള്ളാഹു മരിച്ചോ? റമദാനിൽ അള്ളാഹു ജീവിക്കുകയും ശവ്വാലിൽ അള്ളാഹു മരിക്കുകയും ചെയ്തോ?
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസമൂഹത്തിന്റെ വിശ്വാസം പോലെ